നിങ്ങൾ അവസാനമായിട്ട് സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തത് എപ്പോഴാണ്? ബുക്ക് മൈ ഷോ സൈറ്റിലൂടെ അല്ലാതെ. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ എന്തുകൊണ്ട് വേറൊരു സൈറ്റ് നമ്മുടെ മൈൻഡിൽ വരുന്നില്ല? ബിക്കോസ് ബുക്ക് മൈ ഷോയ്ക്ക് പ്രത്യക്ഷത്തിൽ ഇന്ത്യയിൽ ഒരു കോമ്പറ്റീറ്റർ ഇല്ല. അറ്റ് പ്രസന്റ് ഒരു മോണോപോളി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡിൽ 2007 സ്റ്റാർട്ട് ചെയ്ത ബുക്ക് മൈ ഷോ എങ്ങനെ ലീഡ് ചെയ്ത് നിൽക്കുന്നു എന്നറിയണോ? മൾട്ടിപ്ലെക്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്രീൻ ഒക്കെ ഇന്ത്യയിൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഇതിന്റെയൊക്കെ ടിക്കറ്റിംഗ് വളരെ ഷോക്കായിരുന്നു. ആ അവസ്ഥ മുതലെടുത്ത് ഇന്ത്യയിലുടനീളം തിയേറ്റേഴ്സും ഇവന്റ്സും ഒക്കെ ആയിട്ട് പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു. ബുക്ക് മൈ ഷോയുടെ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് തന്നെയാണ് അവരെയും അവരുടെ കസ്റ്റമറിനെയും ഒരുപോലെ അട്രാക്ട് ചെയ്തത്. അതിനുശേഷം പേടിഎം, ഇൻസൈഡർ ഒക്കെ ഈ ഫീൽഡിന്റെ മാർക്കറ്റ് കണ്ടെത്തി ട്രൈ ചെയ്തെങ്കിലും അതിനോടകം തന്നെ ബുക്ക് മൈ ഷോ രാജാക്കന്മാരായി മാറിയിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട റീസൺ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ, സിനിമയ്ക്ക് ബുക്ക് ചെയ്യാൻ ചിന്തിക്കുമ്പോൾ ബുക്ക് മൈ ഷോ ആണ് മെജോറിറ്റി ആളുകളുടെ മൈൻഡിൽ വരുന്നത്. ദേ ബിക്കേം എ ഹാബിറ്റ് ഫോർ മെനി. ഇത് മോണോപോളി ആണോ അതോ മാസ്റ്റർ സ്ട്രാറ്റജി ആണോ? നിങ്ങൾ കമന്റ് ചെയ്യും.